ഉടൻ തന്നെ ഗാസ നഗരം വിട്ട് തെക്കോട്ടേക്ക് പലായനം ചെയ്യാൻ പാലസ്തീനികളോട് ആഹ്വാനം ചെയ്ത് ഇസ്രായേൽ സേന. നഗരം തകർക്കാൻ പോവുകയാണ്, ഉടൻ തന്നെ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഗാസ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ IDF സൈനികർ എത്തി. നഗരം തകർക്കും മുൻപേ തന്നെ പ്രദേശത്തെ സിവിലിയന്മാരോട് ഒഴിഞ്ഞു മാറാൻ ഒരു സൈനിക വക്താവ് ആവശ്യപ്പെട്ടു. ഗാസ നഗരം കീഴടക്കാൻ ഈ മാസം ആദ്യം മന്ത്രിസഭ അംഗീകരിച്ച തീരുമാനവുമായി മുന്നോട്ട് പോകുന്നുവെന്ന് പ്രധാനമന്ത്രി നെതന്യാഹുവും വ്യക്തമാക്കി. ഗാസ നഗരം വിടുന്നതിന് ഇപ്പോൾ അനിവാര്യമാണ് എന്നതും തെക്കോട്ടേക്ക് താമസം മാറ്റാൻ സാധാരണക്കാരോട് അഭ്യർത്ഥിച്ചുവെന്നും IDF ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഗണ്യമായ മാനുഷിക സഹായം അവർക്ക് ലഭ്യമാകുമെന്നും വ്യക്തമാക്കുന്നു. തെക്കൻ പ്രദേശങ്ങളിൽ ജനസാന്ദ്രതയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ തെറ്റാണ് എന്നും സെൻട്രൽ ക്യാമ്പുകളിലും അൽ മാസീവിലും ഒക്കെ തന്നെ ഉൾപ്പെടെ തെക്കൻ സ്ട്രിപ്പിൽ വിശാലമായ ഒഴിഞ്ഞ പ്രദേശങ്ങൾ ലഭ്യമാണ് എന്നും അദ്ദേഹം തുടർന്നുള്ള സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിലവിൽ ടെന്റുകൾ ഇല്ലാതെ തന്നെ കുടിയേറി പാർക്കപ്പെട്ട താമസക്കാരെ പാർപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായി തന്നെ IDF ഒരു സർവേ നടത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗാസയിൽ വൻ ആക്രമണമാണ് ഇസ്രായേൽ സേന അഴിച്ചുവിട്ടത്. തെക്കൻ ഗാസയിലെ നാസർ ആശുപത്രിക്ക് നേരെ വൻ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഇതിൽ 4 ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെ തന്നെ 19 പേർ കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ജനങ്ങളോട് അവിടെ നിന്നും തെക്കോട്ടേക്ക് മാറണമെന്നും ഗാസ സിറ്റി മുഴുവനും തകർത്ത് തരിപ്പണമാക്കുമെന്നും ഇസ്രായേൽ അപ്പോഴേ വ്യക്തമാക്കിയതാണ്. 10 ലക്ഷം പാലസ്തീനുകളോട് ഗാസ സിറ്റി ഉടൻ തന്നെ ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പും നൽകിയിരുന്നു. കൂടാതെ മാധ്യമ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് കടന്നു വരരുത് എന്നും ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിൽ ഇസ്രായേൽ സേന നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ടവരിൽ റോയിറ്റേഴ്സ്, അൽ ജസീറ, അതുപോലെ NBC ജേർണലിസ്റ്റുകൾ ഉൾപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. നാസർ ആശുപത്രിയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ തങ്ങളുടെ മാധ്യമ പ്രവർത്തകർ മുഹമ്മദ് സലാം ഉൾപ്പെട്ടതായി അൽ ജസീറ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന തങ്ങളുടെ റിപ്പോർട്ടർ ഹുസാം അൽ മിസ്രി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തു. റോയിറ്റേഴ്സിന്റെ തന്നെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന ഫോട്ടോഗ്രാഫർ ഹത്താം ഖാലിദിനെ അദ്ദേഹത്തിന് പരിക്കേറ്റതായും വാർത്താ ഏജൻസി സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തക മറിയം ധാഗ ഗാസ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ AP-ക്കും മറ്റു വാർത്താ സ്ഥാപനങ്ങൾക്കും വേണ്ടി ഫ്രീലാൻസായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത പട്ടിണി മൂലം ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ രക്ഷിക്കാൻ നാസർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് ഇവർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റിന്റെ കണക്കനുസരിച്ച് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രക്തരൂക്ഷിതമായ സംഘർഷത്തിലൊന്നാണിപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 22 മാസം നീണ്ടുനിന്ന ഈ ഒരു സംഘർഷത്തിൽ ഗാസയിൽ ആകെ തന്നെ 192 മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ 18 മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളതെന്നും ഇവർ വ്യക്തമാക്കുന്നു. അതേസമയം ഈ വിഷയത്തിൽ സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരണം അറിയിക്കുകയും ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ പ്രതികരണം അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.